ഗസയിലെ തകർന്ന തരിപ്പണമായ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പട്ടാളക്കാര് ഒരു യുവതിയെ ജീവനുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ കൈ പിടിച്ചിട്ട് ഉള്ള ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആ പെണ്ണ് പുറത്ത് വെളിച്ചെങ്ങനെ കാണാൻ. തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ എന്നാണ് അവൾ കുടുങ്ങിപ്പോയത് എന്ന് പോലും അറിയൂല. പക്ഷെ ആ പെണ്ണ് തനിക്ക് ഊരി പുറത്തേക്ക് വരാനുള്ള ഗ്യാപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴും സേനാ വിഭാഗത്തോട് പറഞ്ഞു, എനിക്കിപ്പൊ പുറത്തേക്ക് വരാൻ പറ്റൂല, ഒരു മഫ്തയുടെ ശീല എനിക്ക് തരണം, എന്റെ തലയിൽ തട്ടല്ല. നാലുശുഖങ്ങള് അല്ലേ, എങ്ങനെങ്കിലും ജീവന്റെ തുടിപ്പുകളെ കൊണ്ട് പുറത്തേക്ക് പോരാ. അപ്പോഴവിടെ പുരുഷന്മാരുണ്ടാവൂലേ, ആണുങ്ങളുണ്ടാവൂലേ, ഞാൻ എന്ത് ചെയ്യും? അതാണ് രാത്രി എന്റെ മയ്യത്തെടുക്കണം, അത് തന്നെ സൈഡ് മറച്ച മയ്യത്ത് കട്ടിലാകണം. കാരണം എന്നെ കട്ടിലിൽ നിന്ന് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് ആണുങ്ങളായ സ്വഹാബികളാകും എന്ന് നിയമം പറഞ്ഞ റസൂലുള്ളാഹിന്റെ മകളുടെ പേര് സ്വീകരിച്ചാൽ മാത്രം പോരല്ലോ നമ്മളെ കുട്ടികള് അല്ലെ. നമ്മളൊക്കെ കുട്ടികളെ പേരിന്റെ കൂടെ നല്ല മൊഞ്ചുള്ള ഫാത്തിമ എന്നുള്ള പേരുണ്ട് അല്ലെ. ആ പേര് സ്വീകരിച്ചാൽ പോരല്ലോ, അതിന്റെ അടയാളങ്ങൾ കൂടി പ്രസ്ഫുരിക്കണ്ടേ. അള്ളാഹു നമ്മളെ മക്കൾക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന് ദീനീ ബോധം കൊണ്ട് അനുഗ്രഹിക്കട്ടെ.